അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഹസനുൽ ബസരി പറഞ്ഞു, ഇദാ ലം തഖ്ദിർ അലാ ഖിയാമിൽ ലൈൽ വലാ സിയാമിൻ നഹാർ. നിനക്ക് രാത്രി നിസ്കരിക്കാനോ പകൽ നോമ്പെടുക്കാനോ കഴിയുന്നില്ലെങ്കിൽ ഫായിലം, നീ മനസ്സിലാക്കിക്കൊള്ളണം, അന്നക്ക മഹ്റൂം, തീർച്ചയായും നീ നന്മകൾ തടയപ്പെട്ടവനാണ്. ഫഖദ് കബ്ബലത്ത് കൽ ഖത്വായ വസ്ദുനൂബ്, പാപങ്ങളും തിന്മകളുമാണ് നിന്നെ വേട്ടയാടി കീഴടക്കി വച്ചിരിക്കുന്നത്. അഥവാ നന്മകൾ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കാതിരിക്കുന്നതും നന്മകൾ ചെയ്യുന്നതിന് നിനക്ക് തടസ്സമായി നിൽക്കുന്നതും നിന്റെ പാപങ്ങളാണ് എന്ന് കാണാൻ കഴിയും. തിന്മകളിൽ മുഴുകുന്ന ഒരാൾക്കും കൃത്യമായി അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ സാധിക്കുകയില്ല. റമദാൻ തിന്മകളിൽ നിന്ന് വേർപ്പെടാനുള്ള ഏറ്റവും സുവർണമായ ഒരു അവസരമാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെട്ട പ്രസിദ്ധമായ ഹദീസ്, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഹാദാ റമദാൻ, ഇതൊരു റമദാനാണ്. ഖദ് ജാഅ തുഫ്തഹു ഫീഹി അബ്വാബുൽ ജിനാൻ, ഈ റമദാൻ ഇതാ വന്നെത്തിയിരിക്കുന്നു, സ്വർഗങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടും. വത്തുഗ്ലഖു ഫീഹി അബ്വാബുന്നാർ, നരകാഗ്നിയുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. വത്തുഗല്ലു ഫീഹി ശയാത്തീൻ, ഷൈത്വാന്മാർ ചങ്ങലക്കിടപ്പെടും. ബുഅ്ദൻ ലിമൻ അദറക റമദാൻ, റമദാൻ ലഭിച്ചിട്ട് ലം യുഗ്ഫർ ലഹു ഫീഹി, ആ റമദാനിൽ പാപമോചനം ലഭിക്കാത്തവർക്ക് നാശം. ബുഅ്ദൻ ലി, അവർ അകന്നു പോകട്ടെ എന്നാണ്. ഇദാ ലം യുഗ്ഫർ ലഹു ഫീ, റമദാനിൽ പാപമോചനം അവർക്ക് ലഭിച്ചില്ല എങ്കിൽ ഫമത്ത, ഇനി എപ്പോഴാണ് അവർക്ക് പാപമോചനം ലഭിക്കുക? ഒരാൾക്ക് റമദാനിൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അയാൾക്ക് മറ്റെപ്പോഴാണ് ഇനി അയാളുടെ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റമദാൻ പോലെ സുവർണമായ ഒരവസരമില്ല. ഓരോ പ്രദോഷത്തിലും ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും എന്നാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് മലക്കുകൾ പറയുന്നത്? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ, നന്മ അന്വേഷിക്കുന്നവരെ മുന്നോട്ട് വരൂ, തിന്മകൾ തേടിപ്പോകുന്നവരെ നിങ്ങൾ നിർത്തിവെക്കൂ എന്നാണ്. അപ്പോൾ തിന്മകളുടെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് അത് നിർത്തിവെക്കാനുള്ള ഏറ്റവും സുന്ദരമായ സന്ദർഭമാണ് റമദാൻ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദൽ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ ത്വഅമഹു വശറാബഹു, ഏതൊരാൾ മോശമായ വാക്കുകളും ചീത്തയായ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ലയോ അയാൾ തൻ്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കേണ്ട ആവശ്യം അള്ളാഹുവിന് ഇല്ല എന്നാണ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാം. അപ്പോൾ കേവലം വയറിന് മാത്രം നോമ്പുണ്ടാവുക എന്നുള്ളതല്ല, നമ്മുടെ അമലുകൾ പവിത്രമായിരിക്കണം, അതിന് നമ്മുടെ നിയ്യത്ത് ശുദ്ധമായിരിക്കണം, നമ്മുടെ മനസ്സുകൾ പവിത്രമായിരിക്കണം. പാപരഹിതമായ അവസ്ഥയിലൂടെ മാത്രമേ നമ്മുടെ മനസ്സുകളെ പവിത്രമാക്കാനും കളങ്കരഹിതമാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് ഏറ്റവും കൃത്യമായി സാധിക്കുന്ന രാപ്പകലുകളാണ് റമദാനിൽ നമുക്ക് കടന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ്. ഫഇദാ കാന യൗമു സൗമി അഹദിക്കും, അതിനാൽ നിങ്ങളിൽ ഒരാളുടെ നോമ്പിൻ്റെ ദിവസം വന്നു കഴിഞ്ഞാൽ ഫലാ യർഫുസ് വലാ യഫ്സുഖ് വലാ യജ്ഹൽ, അവൻ തെറി പറയുകയോ അധർമ്മം പ്രവർത്തിക്കുകയോ അവിവേകം കാണിക്കുകയോ ചെയ്യരുത്. എത്രത്തോളം എന്നാൽ ഫ ഇൻ സാബഹു അഹദുൻ ഫലിയഖുൽ ഇന്നി മുർഉൻ സ്വായിം, ഒരാൾ അവനോട് വഴക്കിടാൻ വന്നാൽ തീർച്ചയായും ഞാൻ നോമ്പുകാരനായ ഒരു മനുഷ്യനാണ് എന്ന് മറുപടി പറയണമെന്ന് മുത്തഫഖുൻ അലൈഹി ഹദീസിൽ കാണാം. ചില റിപ്പോർട്ടുകൾ ഇതിനെ തുടർന്നാണ് വല ഖുലൂഫു ഫമി സ്വായിമി അത്യബു മിൻ ഇൻദില്ലാഹി മിൻ റീഹിൽ മിസ്ക്, ഒരു നോമ്പുകാരൻ്റെ വായിൻ്റെ ഗന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അരികിൽ കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ പരിമളമുള്ളതായിരിക്കുമെന്നാണ്. അപ്പോൾ അത്രമാത്രം, അപ്പം നമ്മുടെ വായ് വളരെ ശുദ്ധമായിരിക്കും, പവിത്രമായിരിക്കും. ഒരു നോമ്പുകാരൻ്റെ വായ കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ സൗരഭ്യമുള്ളതാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് നല്ല വാക്കുകൾ വരുന്നു, ദിക്റുകളാണ്, ഖുർആൻ പാരായണമാണ്, സത്യസന്ധമായ വർത്തമാനങ്ങളാണ്. അവിടെ ഏഷണിയില്ല, പരദൂഷണമില്ല, തെറിവിളിയില്ല, ഹറാമുകളില്ല, കള്ളം പറയലില്ല, ഊഹാപോഹങ്ങളില്ല, ഗീബത്തുകൾ, പരദൂഷണമില്ല. അങ്ങനെ എല്ലാ തരത്തിലും അവൻ്റെ നാവിനെയും അവൻ്റെ മറ്റു അവയവങ്ങളെയും അവൻ ശുദ്ധീകരിച്ച് നിർത്തണം. കാരണം അവൻ്റെ മനസ്സ് നോമ്പിനാൽ പവിത്രമായിട്ടുണ്ട്. പവിത്രമായ മനസ്സുള്ളവർക്ക് മാത്രമേ പവിത്രമായ ഒരു നിലവാരം കാത്തു സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്കറിയാം.
ഇനി ധാരാളമായി പാപമോചനം വർദ്ധിപ്പിക്കേണ്ട നോമ്പുകാരൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലായിട്ടുണ്ട്. അതൊരിക്കലും അള്ളാഹുവിങ്കിൽ തടയപ്പെടാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നോമ്പുകാരനു വേണ്ടി മലക്കുകളും പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്താഴത്തിൻ്റെ പ്രാധാന്യം പഠിച്ച ഹദീസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് പറഞ്ഞു, ആരാണോ അത്താഴം കഴിക്കുന്നത് അവർക്ക് വേണ്ടി അള്ളാഹു ഗുണം ചൊരിയും, മലക്കുകൾ അവർക്ക് വേണ്ടി ഗുണത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ആ കൂട്ടത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി പറഞ്ഞു, അസ്വാഇമൂന തുസ്തഗ്ഫറു ലഹുമുൽ മലായിക ഹത്താ യുഫ്തറു. അതായത് നോമ്പുകാർ, അവർ നോമ്പ് മുറിക്കുന്നത് വരെ മലക്കുകൾ അവർക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കും എന്നാണ്. അവർക്ക് വേണ്ടി പാപമോചനം തേടുന്ന ഒരവസ്ഥയുണ്ടാകും. നോമ്പുകാർക്ക് വേണ്ടി പാപമോചനം തേടപ്പെടും. ആരാണ് അവർക്ക് വേണ്ടി പാപമോചനം തേടുന്നത്? അത് മലക്കുകളാണ്. അപ്പം മലക്കുകൾ നോമ്പുകാർക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നോമ്പ് നിൽക്കുന്ന ഒരാളുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ, അങ്ങനെ അദ്ദേഹത്തെ ശുദ്ധീകരിക്കുകയാണ്, പവിത്രമാക്കുകയാണ് മലക്കുകളുടെ പ്രാർത്ഥനയിലൂടെ. ഇത് നമ്മൾ മനസ്സിൽ വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു, ഒരു സത്യവിശ്വാസി അവൻ്റെ പാപങ്ങളെ കാണുന്നത് കഅന്നഹു ഖായിദുൻ തഹ്ത ജബൽ, ഒരു വലിയ പർവ്വതത്തിൻ്റെ താഴെ ഇരിക്കുന്നവനെ പോലെയാണ്. യഖാഫു അൻ യഖഅ അലൈ, ആ പർവ്വതം അവൻ്റെ തലയിലേക്ക് പതിക്കുമോ എന്നവൻ ഭയപ്പെടുന്നുണ്ട്. അപ്പം തൻ്റെ തലയിലേക്കൊരു വലിയ മല വീഴുമോ എന്ന് കരുതി പേടിച്ച് അതിൻ്റെ താഴെ നിൽക്കേണ്ടി വരുന്ന ഒരുത്തനെ പോലെയാണ് ഒരു പാപം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സത്യവിശ്വാസിയുടെ മനസ്സ്. വൈന്നൽ ഫാജിർ, എന്നാൽ ഒരു അധർമ്മിയാണെങ്കിൽ വൈന്നൽ ഫാജിറ യറാദുനൂബഹു, അവൻ്റെ പാപത്തെ അവൻ കാണുന്നത് കദുബാബിൻ മറ അല അൻഫിഹി, തൻ്റെ മൂക്കിന് മുന്നിലൂടെ കടന്നു പോകുന്നൊരു ഈച്ചയെ പോലെ കൈകൊണ്ടൊന്നിങ്ങനെ ആട്ടും. അത്ര ലാഘവത്തോടു കൂടി പാപങ്ങളെ കാണുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു യഥാർത്ഥ നോമ്പുകാരൻ നിസാരമായ പാപങ്ങളെപ്പോലും അതീവ ഗൗരവത്തോടു കൂടി കാണണം. മനസ്സിലായില്ലേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മകൾ സത്യവിശ്വാസി അതിനെ കണക്കാക്കുന്നതിനെക്കുറിച്ചും ഒരു മുനാഫിഖ് അതിനെ കണക്കാക്കുന്നതിനെക്കുറിച്ചും പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഈ ഹദീസിലൂടെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓതി കേൾപ്പിച്ചത്, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം, തീർച്ചയായും എൻ്റെ റബ്ബിനെ ഞാൻ ധിക്കരിക്കുകയാണെങ്കിൽ വമ്പിച്ച ഒരു ദിനത്തിൻ്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അപ്പം നരക ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇബാദത്തുകൾ വളരെ അർത്ഥവത്താക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റമളാൻ മാസം സമാഗതമാകുമ്പോൾ പറയാറുള്ളത്, മർഹബൻ ബി മുതഹിരിന മിനസ് ദുനൂബ്, ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് പവിത്രമാക്കുന്ന മാസത്തിന് സ്വാഗതം എന്നാണ്. അപ്പം നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് നമ്മുടെ മനസ്സുകളെയും നമ്മുടെ മുഴുവൻ അവയവങ്ങളെയും പവിത്രമാക്കുന്ന മഹത്തായ മാസമാണ് റമളാൻ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യമായ പരിശുദ്ധിയും പവിത്രതയും നമ്മൾ സൂക്ഷിക്കണം. അഹനഫ് ബിൻ ഖൈസിനെ കുറിച്ച് കാണാം. അദ്ദേഹം പ്രായം ചെന്നപ്പോഴും സുന്നത്ത് നോമ്പുകൾ, ഫർളിന് പുറമെ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നു. സത്യത്തിൽ ഫർള് നോമ്പ് നോൽക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ നോമ്പ് മറ്റൊരിക്കൽ നോട്ടുവീട്ടുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഫിദിയ കൊടുക്കുന്നതിനെക്കുറിച്ചോ ചിന്തിച്ചാൽ മതി. അദ്ദേഹത്തിന് പ്രായം ചെന്നപ്പോൾ ബന്ധുക്കൾ പലരും, സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തോട് പറയും, ഇന്നക ഷെയ്ഖുൻ കബീർ വൈന്ന സ്വയാമ യുളൈഫുക്, താങ്കൾ വളരെ പ്രായം ചെന്ന ഒരു ഷെയ്ഖാണ്, അതുകൊണ്ട് ഈ നോമ്പ് താങ്കളെ വളരെ ദുർബലനാക്കുന്നുണ്ട്. ഫക്കാല, അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഹനഫ് ബിൻ ഖൈസ് പറഞ്ഞു, ഇന്നി ഉഇദ്ദുഹു ലി സഫറിൻ ത്വീൽ, ഞാൻ വളരെ ദീർഘമായ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. വസ്സബ്റു അലാ തഅത്തില്ലാഹി സുബ്ഹാന അഹ്വനു മിനസ്സബ്രി അലാ അദാബി, അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ ശിക്ഷ സഹിക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം അള്ളാഹുവിന് പുണ്യം ചെയ്യാൻ വേണ്ടി ക്ഷമ പാലിക്കുന്നതാണ്, സഹിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ നോമ്പ് എടുക്കുന്നതിന് അതിനുവേണ്ടി പ്രയാസങ്ങൾ സഹിക്കുന്നതിന് പ്രയാസമില്ല. കാരണം അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ തീ സഹിക്കാൻ ഒരിക്കലും കഴിയില്ല. അതിനെ അപേക്ഷിച്ച് ഇതിനു വേണ്ടി പുണ്യം ചെയ്യാൻ വേണ്ടി സംയമനം പാലിക്കുകയും ക്ഷമ പാലിക്കുകയും ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ എളുപ്പമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോമ്പിൻ്റെ അത്താഴത്തിൽ നമ്മൾ ഏതായാലും എണീക്കും. അത്താഴ സമയത്തിൻ്റെ പ്രത്യേകത, അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി എന്നോട് ചോദിക്കാൻ ആരുണ്ട്, പ്രാർത്ഥിക്കാൻ ആരുണ്ട്, പാപമോചനം തേടാൻ ആരുണ്ട്, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം ചെയ്യാം, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ മാപ്പ് നൽകാം എന്നൊക്കെ അള്ളാഹു നേരിട്ട് പറയുന്ന ഒരു സന്ദർഭമാണ്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയങ്ങളിൽ അവർ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നു. അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ സായിലിൻ ഫഉതിയ വഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു,
ആരുണ്ടെന്നോട് ചോദിക്കാൻ ഞാൻ നൽകാം, ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്യം നമ്മൾ ഒന്നുകൂടി മനസ്സിൽ വെക്കുക. ബുഅ്ദൻ ലിമൻ അദറക റമളാൻ, റമളാൻ ലഭിച്ചിട്ടും ഫലം യുഗ്ഫർ ലഹു, അവൻ്റെ പാപങ്ങൾ പൊറുക്കുന്നില്ലെങ്കിൽ അവൻ വിദൂരം പോകട്ടെ, അവൻ നശിച്ചു പോകട്ടെ, അല്ലെങ്കിൽ അവന് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. ഇദാലം യഗ്ഫിർ ലഹു, ആ നോമ്പ് അവന് പാപമോചനം നൽകുന്നില്ല എങ്കിൽ. അപ്പം നോമ്പ് കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ അവൻ്റെ കാര്യം അപകടമാണ്. മറ്റൊരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റഗിമ അൻഫു അബ്ദിൻ, ഒരടിമയുടെ മൂക്ക് മുറിഞ്ഞു പോകട്ടെ അഥവാ തൊലഞ്ഞു പോകട്ടെ, ദഖല അലൈഹി റമളാൻ ഫലം യുഗ്ഫർ ല, റമളാൻ അവനിലേക്ക് കടന്നു വന്നു എന്നിട്ടും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല. അപ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അന്തരീക്ഷമാണ് റമളാനിൻ്റെ രാപ്പകലുകളിൽ അള്ളാഹു നമുക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത്. പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ പാപങ്ങളിലേക്ക് അടുക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. അതുകൊണ്ട് പാപങ്ങളുടെ തിന്മകളുടെ ലാഞ്ചന പോലുമില്ലാതെ ഇതിൻ്റെ രാപ്പകലുകൾ നമുക്ക് പൂർത്തീകരിക്കണം. 5 നേരം നിസ്കരിച്ചാൽ അതിനിടയിലുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള കാലഘട്ടം പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ളതാണ്. അതേപോലെ റമളാനു ഇലാ റമളാൻ മുക്കഫിറാത്തും മാ ബൈനഹുൻ ഇദജ്തനബൽ കബായിർ, വൻകുറ്റങ്ങളെ ഒരുത്തൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒരു റമളാൻ അടുത്ത റമളാൻ വരെയുള്ള പാപങ്ങളെ മായ്ച്ചു കളയാൻ മാത്രം അള്ളാഹു നമുക്ക് പ്രത്യേകം വാഗ്ദാനം നൽകിയിട്ടുള്ള ഒരു സുവർണ സന്ദർഭമാണ് എന്നുകൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ ബഅദല്ലാഹു വജ്ഹഹു അന്നാരി സബഈന ഹരീഫ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു 70 വർഷം അകറ്റിക്കളയും. പാപങ്ങളിൽ നിന്ന് മുക്തനാകാതെ ഒരാൾക്ക് നരകമോചനമില്ല. അതുകൊണ്ട് നരകമോചനത്തിന് ഏറ്റവും പ്രധാനമായി നമുക്ക് ആവശ്യമുള്ളത് പാപമോചനമാണ്. അതുകൊണ്ട് പാപമോചനത്തിൻ്റെ മാസമായ റമളാനിൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരുവിൻ. വജന്നത്തിൻ അർദുഹ സമാവാതു വൽ അർദ്, ആകാശഭൂമികളുടെ വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരുവിൻ. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് വേണ്ടിയാണ് സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള ക്ഷേമത്തിലും ക്ഷാമത്തിലും ദാനം ചെയ്യുന്ന, കോപം നിയന്ത്രിക്കുന്ന, അതോടൊപ്പം മറ്റു ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികളായി നമ്മൾ മാറുക. അത്തരം മുഹ്സനുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. പാപം പൊറുക്കപ്പെടുകയും പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും അങ്ങനെ റമളാനിനെ എല്ലാ നിലക്കും പവിത്രമായി സ്വീകരിക്കുകയും നാവും അതേപോലെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും സർവോപരി നമ്മുടെ ഹൃദയവും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്തായ റമളാൻ മാസത്തിൻ്റെ ആനുകൂല്യങ്ങൾ എല്ലാ നിലക്കും സ്വന്തമാക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു അലാ മല്ലാ നബിയ ബഅദ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.